വേർ ഇസ് മേഡം? ദിലീപ് പിന്നെ എങ്ങനെ തലേ മുണ്ടൊക്കെ ഇട്ടിട്ട് അയ്യാ അയ്യാ എന്നൊക്കെ പറയുന്ന കരഞ്ഞോണ്ട് പറഞ്ഞു. പൾസസുനിയെ സുനിമോൻ എന്നൊക്കെ വിളിക്കുക. സുനിമോൻ ദിലീപ് ലോഡിംഗ് തൊഴിലാളിയായിരുന്നു അല്ലല്ലോ, അട്ടിമറിക്കാൻ പറഞ്ഞൊരു ജഡ്ജാണ്. നല്ല ജഡ്ജിമാർ നല്ല വിധി ഒന്നാമത്തെ ഉടായിപ്പുമായിട്ടാണ് വന്നത്. ഇതൊരു ട്രാപ്പാണ്. അതായത് ദിലീപ് പറഞ്ഞത് ഫേബ്രിക്കേറ്റഡ് സ്റ്റോറി. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, വിധിക്ക് ശേഷം ദിലീപും പറഞ്ഞു. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ഫിലിം പ്രൊഡ്യൂസർ ആയിട്ടുള്ള സജി നന്ദൻ സാറാണ്. നമസ്കാരം സർ. നമ്മൾ കേരളക്കട ഒന്നടങ്കം കഴിഞ്ഞ 8 വർഷത്തിലേറെയായി കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ദിലീപ് അല്ലെങ്കിൽ നടി ആക്രമണ കേസിലെ വിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു സമയം തൊട്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് ആ ഒരു കാര്യത്തിൽ പോരാടി നേടിയ ഒരു വിജയം എന്ന് തന്നെ പറയാൻ പാടില്ല ഈ ഒരു വിധിയെ? അല്ല, വിജയം എന്ന് പറയുന്നത് നമുക്കൊരു വിജയമില്ലല്ലോ. വിജയപരാജയം, സത്യം എന്ന് പറയുന്നത് തെളിഞ്ഞു എന്നുള്ള വിജയമല്ല, തെളിയുക എന്നുള്ളത്. അതിനകത്ത് ഫുട്ബോൾ കളിയൊന്നുമല്ലല്ലോ വിജയിക്കാൻ. നമുക്ക് വേണ്ടത് ഒരാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ കേരളത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറയേണ്ടത് കോടതിയാണ്. കോടതി അത് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ആ വിധി എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഒന്നാമത്തെ ഉടായിപ്പുമായിട്ടാണ് വന്നത്. ഇതൊരു ട്രാപ്പായിരുന്നു. അതായത് ദിലീപ് പറഞ്ഞത് ഫേബ്രിക്കേറ്റഡ് സ്റ്റോറി. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, വിധിക്ക് ശേഷം ദിലീപും പറഞ്ഞു. ഇയാളെ കൊടുക്കുക. അതിനുവേണ്ടി നമ്മുടെ സംവിധാനങ്ങളും കുറച്ച് പേര് കേട്ടോ, സിനിമയിൽ നിന്നുള്ള കുറേ സ്ത്രീജനങ്ങളും കുറേ 1-2 ഡയറക്ടർമാരും കൂടെ ചേർത്ത് ഉണ്ടാക്കിയൊരു ട്രാപ്പ്. അതിലേക്ക് ദിലീപ് വീണു. പക്ഷേ സത്യം എന്ന് പറയുന്നതിനപ്പുറം തെളിവുകൾ ഹാജരാക്കാതെ ഒരു ആരോപണങ്ങളായി നിന്നു എന്നാണ് കോടതി പോലും പറഞ്ഞു. ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി നിന്നു. ഒരു ഒരു ആരോപണം പോലും തെളിയിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞ തൊട്ടുകൂട്ടാൻ ഒരു കാൽക്കുലേറ്റർ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ഫേബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇവർ ചെയ്തത്. അത് മുഴുവൻ അടിമുടി താഴെ പോയി പൊളിഞ്ഞ് പാളീസായി. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ള എല്ലാ മലയാളിക്കും പിടികിട്ടി. പിടികിട്ടാത്തവർ കുറച്ച് പേര് പിടികിട്ടില്ലെന്ന് നടപ്പുണ്ട്. അവർക്ക് പിടികിട്ടി, പക്ഷെ അംഗീകരിക്കാൻ പാടാണ്. കാരണം അവർക്ക് ശത്രുതയായിരുന്നു. ദിലീപിനെ ഇല്ലാതാക്കാനായിട്ട് ആണല്ലോ. അപ്പോൾ ആ കൂടെ കൂടിയവരെല്ലാം ഈ ഒറ്റ ചങ്ങാതിമാർ കുറേ പേരുണ്ടായിരുന്നു. അവരിനി എന്നും മരണം വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ദിലീപാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ മറ്റേ രാഷ്ട്രീയ നേതാവ് ചോദിച്ചില്ല ഹൂ കേഴ്സ് എന്ന് മാത്രമേ അവരോട് ഹൂ കേഴ്സ് ഇത് മാത്രമേ അവരോട് പറയാനുള്ളൂ. ദിലീപിനെ പടം പരാജയപ്പെടുത്തണം. അത് ജനമാണ് തീരുമാനിക്കുന്നത്. നല്ല പടമാണ് വിജയിക്കും. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടങ്ങൾ മോശമാണ്, പരാജയപ്പെടും. കാശ് കൊടുത്ത് സിനിമ കാണുന്നവൻ നല്ല പടമാണ് പോയി കാണും. ദിലീപ് അകത്ത് കിടക്കുമ്പോഴാണ് രാമലീല ഇറങ്ങിയത്. പരാജയപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പം പിന്നെ ഹൂ കേഴ്സ് വീണ്ടും അവരോട് ചോദിക്കാനുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങൾ വേട്ടയാടിയത്, അതുപോലെ തന്നെയാണ് സാറിനെയും വേട്ടയാടിയത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോ ഈ വിധി വന്നിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തെ എന്താണ് കാണുന്നത്? അല്ല, അത് എന്താ പറയുക, നമുക്കൊരു സന്തോഷം. കാരണം നമ്മളെ എല്ലാവരും തെറ്റിദ്ധരിച്ചതല്ല. ദിലീപ് എപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങുന്നില്ലല്ലോ. സ്റ്റാർ അല്ലേ. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. നമ്മളൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളോടൊക്കെ ദിലീപ് തെറ്റ് ചെയ്തു എന്ന രീതിയിലാണ് സംസാരിച്ചത്. കാരണം അങ്ങനെയുള്ള പൊതുബോധം ഉണ്ടാക്കിയെടുത്തു. അതിനകത്ത് ചാനലുകാർ അന്തിച്ചർച്ചയ്ക്ക് ഒരു വലിയ ഭാഗമുണ്ട്. അവരിങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡ്, ഇപ്പം തന്നെ ദിലീപിനെ വിധി വരുമ്പോൾ കണ്ടു, 2 ആഴ്ചയായിട്ട് കണ്ടായിരുന്നു. എല്ലാവരും എപ്പിസോഡ് ചെയ്യുമായിരുന്നു. എപ്പിസോഡ് ബൈ എപ്പിസോഡ്. അതായത് തെളിവില്ല, അത് വേറെ സ്ഥലത്ത് ബുദ്ധി കേന്ദ്രം. അതായത് കംപ്ലീറ്റ് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം TV കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തെളിവാണെന്നാണ് ഈ പാവങ്ങൾ ധരിക്കുന്നത്, ഈ കേൾക്കുന്നവരെ. അതായത് ഞാനിപ്പോൾ വെറുതെ ഒരു വർത്താനം പറയുന്നു, അപ്പോൾ പറയുന്നു ആ വർത്താനം വെറുതെ പറഞ്ഞതിൻ്റെ പേരിൽ അത് തെളിവാകുന്നില്ല. അത് സന്ദർഭത്തിനനുസരിച്ച് അത് ചെയ്തു എന്ന് തെളിയിക്കുന്ന അതിൻ്റെ ബാക്കി അനക്സ് ചെയ്യുന്ന എവിഡൻസ് കൂടെ കൊടുത്ത് അത് കറക്റ്റായിട്ട് അത് തെളിയിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞത് മുഴുവൻ അടിമുടി ഫേക്കായി. അല്ലെങ്കിൽ അവരുടെ അടിമുടി അവർ കൊടുത്തത് മുഴുവൻ തകർന്ന് തരിപ്പണമായി. അപ്പോൾ പിന്നെ അടുത്ത പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോരോ പണിയാണ്. ഇവർ തന്നെ FSL റിപ്പോർട്ട് മറച്ചു വെക്കുക, എന്നിട്ട് ഇവർ കോടതിയെ കുറ്റം പറയുക. ഇവർ തന്നെ ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്ത് കോടതിയുടെ അണ്ടറിലായിരിക്കുന്നത് കേട്ടോ, കോടതിയുടെ പേരിലായിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ എന്നിട്ട് കൈകാര്യം ചെയ്ത് ഇവർ തന്നെ പറയുന്നു അതിൻ്റെ ആഷ് വാല്യൂ മാറിയെന്ന്. ആഷ് വാല്യൂ മാറുക എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിന് ആഷ് വാല്യൂ മാറിയിട്ടില്ല.
ഇവര് വെറുതെ പൊതുജനത്തെ ഇങ്ങനെ, അപ്പൊ പൊതുജനം ഓർക്കുമ്പോൾ ആഷ്ഫാലി ബാലു ദൃശ്യം കൊണ്ടോ ആരാണ്ട് പകർത്തിക്കൊണ്ട് പോയി ആ കൊച്ചിന്റെ ഭാവി ഇങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കി. ഇവരെ അല്ല മലയാളിക്ക് അത് ഇനി മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഇവർക്ക് എന്താ പറയാ, മനസ്സിലാകണ്ടവർക്ക് ഞാൻ പറഞ്ഞ അവരിനി മനസ്സിലാകണ്ട, മനസ്സിലായിട്ടുണ്ട് അവർക്ക്. അവർ മനസ്സിലാക്കുകയും വേണ്ട, അവരുടെ സപ്പോർട്ടും വേണ്ട. മനസ്സിലായില്ലേ? അവരുടെ സപ്പോർട്ടും വേണം. ഞങ്ങൾക്ക് സത്യത്തിന് സപ്പോർട്ട് വേണം അല്ലേ? ഒരു നിരപരാധിയെ ക്രൂശിച്ച് അല്ല അതിജീവിതയ്ക്ക് നമ്മൾ നീതി കൊടുക്കുന്ന എപ്പോഴാ? യഥാർത്ഥ കുറ്റവാളിയെ വേർ ഈസ് മേഡം? പറയൂ, മേഡം എവിടെ? അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ തന്നെ ഇവരാരും ചാനലുകാർക്കൊന്നും അത് വേണ്ടപ്പോ. ഇവർക്ക് അടി കിട്ടി. ഓർത്ത് ഇപ്പൊ ദിലീപിനെ തൂക്കിക്കൊണ്ടിരുന്നു 10-15 ദിവസം ഭയങ്കര ചർച്ച. ദിലീപ് അങ്ങനെ ഇറങ്ങുന്നു, ഇങ്ങനെ ഇറങ്ങുന്നു, വാർത്ത വെക്കുന്നു, പരസ്യ ചാർജ് കൂട്ടുന്നു, ഒരു സമൂഹത്തെ എല്ലാം കൂടി കബളിപ്പിച്ച് കുറെ കഥയും പൂതകഥയും കോട്ടും സൂട്ടും ബർമുടയൊക്കെ ഇട്ട് നിന്ന് ചുള്ളാന്നൊക്കെ ഓർത്തപ്പോ ദേണ്ട കിടക്കുന്നു. പടക്കമൊക്കെ മേടിച്ചു വെച്ചായിരുന്നു. പടക്കമൊക്കെ ഇനിയിപ്പോ ക്രിസ്മസിന് പൊട്ടിക്കാം അല്ലേ? ഒരു മണ്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ, അല്ല ആരാ ഒരു ബുദ്ധിയുള്ള ഒരാളാ, പണ്ടല്ല ആ ബുദ്ധി ഇതെങ്ങനെയാ പെട്ടെന്ന് അവിടെ എന്നാ ഇനി പറഞ്ഞ പേര് തിന്നുന്ന മഞ്ഞ എന്നാ ഇനി പറഞ്ഞ തിന്നുന്ന മഞ്ഞ സാധനമുണ്ടല്ലോ. ആ ലഡു എങ്ങനെ വന്നെന്ന്. ലഡു ബേക്കറിക്ക് ലഡു എത്ര ബേക്കറി കിട്ടത്തില്ലേ? പിന്നെ പറയുന്നത് ദിലീപ് ഇറങ്ങിയിട്ട് എന്തിനാണ് ആണോ ദിലീപിന്റെ വരവ് കൊണ്ടത്. പിന്നെ എന്നെയാണ് ദിലീപ് 8-9 വർഷക്കാലം തല കുനിഞ്ഞ് നിന്നിട്ട് ഇവൻ തികച്ചും നിരപരാധി എന്ന് കോടതി പറയുമ്പോൾ അങ്ങനെ അത് ആ വരവ് പോരാ അല്ലേ? ഒരു 1.5 വരവ് വരണം. ഞാനാണത് 1.5 വരവ് വന്നേനെ അല്ലേ? ശത്രുക്കാങ്ക വിരുന്നൊരുക്കുന്ന ഒരു സന്ദർഭം അത്. ഇപ്പൊ ദിലീപ് പിന്നെ ഇങ്ങനെ തലേ മുണ്ടൊക്കെ ഇട്ടിട്ട് അയ്യാ എന്നൊക്കെ പറയണ കരഞ്ഞോണ്ട് പറഞ്ഞു അല്ലേ? ശരിയല്ലേ? അയക്ക് മാത്രമല്ല അയാളുടെ ബുദ്ധിമുട്ട്. നമ്മൾ നിരപരാധിയായ ഒരാൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിരപരാധികളാണെങ്കിൽ ഒരു കള്ളക്കേസിൽ കൊടുക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും അല്ലേ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല അല്ലേ? നമുക്ക് വരണം, സ്വന്തമായി അനുഭവിക്കണം. നമുക്ക് അഭിപ്രായം ഏത് കാര്യത്തിൽ പറയാം. നമ്മൾ കണ്ടില്ലേ ആൾക്കാരെ ഉപദേശിക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാ. സ്വന്തം കാര്യം വരുമ്പോൾ ഒരു ഉപദേശമില്ല അല്ലേ? എന്ത് പറയാനാ? ഇപ്പൊ പറയുകയാണെങ്കിൽ 1 മുതൽ 6 വരെയുള്ള കുറ്റക്കാർക്ക് 20 വർഷം തടവ് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ശിക്ഷ കുറഞ്ഞു പോയെന്ന് സാറിന് തോന്നുന്നുണ്ട്? അല്ല, 1-ാം പ്രതിക്ക് കുറച്ചുകൂടെ കൊടുക്കാനൊരു ധാരണ. പക്ഷെ എന്റെ രാജ്യത്ത് എന്റെ കോടതി പറഞ്ഞതിനാണ് ഞാൻ ബഹുമാനിക്കുന്നത്. എനിക്ക് അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്റെ കോടതി എന്ത് പറഞ്ഞു, ഞാൻ സിവിക് സെൻസ് ഉള്ളവരാണ്. ഞാൻ പൊളിറ്റിക്സ് പഠിപ്പിക്കുന്ന ആളാണ്, പൊളിറ്റിക്സ് പഠിച്ച ആളാണ്, BA-ക്കും പൊളിറ്റിക്സ് പഠിച്ചു, +2-നും ഒക്കെ. അപ്പൊ എന്റെ രാജ്യം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്, എന്റെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് നിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു അതിനെ നീ ബഹുമാനിക്കണം. അതുകൊണ്ട് ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. എന്റെ കോടതിയാണ് അല്ലേ? എന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നത് എന്റെ കോടതി. എനിക്ക് നീതി ലഭിക്കുന്നത് എന്റെ കോടതി എന്നാണ്. എന്റെ രാജ്യം എന്റെ ഗാർഡിയനാണ്. സ്റ്റേറ്റ് ഈസ് എ ഗാർഡിയൻ എന്നാണ്. അപ്പൊ എന്റെ കോടതി പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് അഭിപ്രായമുണ്ട്, ആ 20 വർഷം പോരാതെ എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ കോടതി എന്ത് പറഞ്ഞു അതാണ് എന്റെ അവസാനത്തെ എന്താ പറയുന്നത്, എന്റെയും അത്. ഇപ്പൊ 6 പേര് കുറ്റക്കാരാണെന്ന് പറയുന്നു എങ്കിലും പറയല്ല പറഞ്ഞു ആണ്. അപ്പോ ചില പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ദിലീപ് കൂടി കുറ്റക്കാരനാണ്. നമ്മൾ അതിന്റെ ചർച്ചകളൊക്കെ കാണുന്നുണ്ട്, കുറ്റക്കാരനാക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിനുള്ള ഗ്രഡ്ജും ഉണ്ടല്ലേ. അപ്പൊ 1 തൊട്ട് 6 വരെ പ്രതികളെ ശിക്ഷിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് 1 മുതൽ 6 പ്രതികൾ പൊക്കോട്ടെ. പൾസസൂരിയെ സുനിമോൻ എന്നൊക്കെ അവർ വിളിക്കുന്നത്. സുനിമോൻ, മണികണ്ഠൻ, സുനിമോൻ എന്നൊക്കെ അവർ വിളിക്കുന്നത്. പൾസസൂരിയെ വിളിക്കുന്ന പേരെ സുനിമോൻ. പൾസസൂരിക്ക് ഹൈക്കോടതിയിലേ ജാമ്യത്തിന് ലക്ഷങ്ങൾ മുടക്കിയതാരാ? ഈ ചാനലുകാർ വല്ലതും ചോദിച്ചായിരുന്നു? സുപ്രീം കോടതി ജാമ്യത്തിന് ലക്ഷങ്ങൾ മുടക്കിയതാരാ? പൾസസൂരിയുടെ സാമ്പത്തിക അവസ്ഥ അറിയാലോ. ആരാ? പോലീസ് തന്നെ അന്വേഷിക്കാഞ്ഞ്. പൾസസൂരി ജാമ്യത്തിൽ നിൽക്കുന്ന ആളല്ലേ. ഒരു ചാനലിന് തേക്കങ്ങാട് മൈതാനത്ത് 5 ആംഗിളിൽ പോയി ഒളിക്യാമറയാണെന്ന് വ്യാജേന ഇത് കൊടുത്തില്ലേ? പൾസസൂരി പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? എന്റെ കയ്യിൽ ദൃശ്യമുണ്ടെന്ന്. ഇവരെന്നെ ഇടിച്ച് പേടിക്കാഞ്ഞ്. ഇവരെല്ലാം ഒറ്റച്ചങ്ങാതിമാരാ. ഇത് ആരോടെ ഈ പറയുന്നേ? കേരളത്തിലെ ജനങ്ങൾ തന്നെ പൊട്ടന്മാരാണോ? ഇവരെല്ലാം കൂടി ട്രാപ്പിട്ടു. അതിൽ നിന്ന് ദിലീപ് രക്ഷപ്പെട്ടു, ദിലീപായിട്ട് രക്ഷപ്പെട്ടു. നമ്മളൊക്കെ ആണെങ്കിൽ പെട്ടുപോയി. ഇപ്പൊ ദിലീപ് കേസ് അട്ടിമറിച്ചു എന്നുള്ള വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ദിലീപ് ലോഡിംഗ് തൊഴിലാളിയായിരുന്നു അല്ലല്ലോ അട്ടിമറിക്കാൻ. ദിലീപ് എങ്ങനെ അട്ടിമറിക്കുന്നേ? പബ്ലിക് പ്രോസിക്യൂട്ടറെ അട്ടിമറിക്കാൻ പറ്റുമോ? കോടതി അട്ടിമറിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പിന്നെ ഇവരുടെ സാക്ഷികളെ അട്ടിമറിക്കാൻ പറ്റുമോ? ഡിജിറ്റൽ തെളിവ് അട്ടിമറിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഇനിയിപ്പോ ദിലീപ് നാളെ വല്ല
തൊഴിലാളിയാണെങ്കിൽ പോയി 8 മണിക്കായിരിക്കും. അതെ, പക്ഷെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ കഥ പോലെ എപ്പിസോഡായിട്ട് ഇറക്കിയേക്കുള്ളൂ സാർ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അവര് എപ്പിസോഡായിട്ട് ഇറക്കുന്നതിന് പിന്നിൽ ഒരു പൊതുവികാരം ഉണ്ടാക്കുകയാണ്. അതായത് ദിലീപാണ് ചെയ്തതെന്ന് ഒരു അവസാനത്തെ ആണി അടിച്ച് നോക്കി. പക്ഷെ നല്ല കോടതി ആയിരുന്നുണ്ട്. കോടതി തെളിവ് നമ്മുടെ കോടതികളെല്ലാം തെളിവ് കോടതികളാണ്. തെളിവ് ഹാജരാക്കണം. ഉണ്ടമ്പൂരി കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ തെളിവാണ് കൊടുക്കേണ്ടത്. തെളിവ് കൊടുക്കാതെ ആരോപണങ്ങൾ കൊടുത്തിട്ട് കാര്യമുണ്ട്. കോടതി പറഞ്ഞിട്ടില്ല ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി മാറി. ആരോപണങ്ങൾ വെറും ആരോപണങ്ങളായി മാറി കോടതി പറഞ്ഞു. മനസ്സിലായില്ലേ? കോടതിയുടെ കോട്ടിങ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെ, നീതി പുലരട്ടെ, അല്ലേ? പിന്നെ എന്ത് ആകാശം ഇടിഞ്ഞു വീണാലും, അതാണ് ആ ജഡ്ജിന്റെ ആ ഒരു മനോവീര്യം കണ്ടോ. നീതി നടക്കട്ടെ ആകാശം ഇടിഞ്ഞു വീണാലും എന്ന് പറയുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തതാണ് ഒരു പൗരന്റെ കടമ. പറഞ്ഞൊരു ജഡ്ജാണ്. നല്ല ജഡ്ജിമാർ നല്ല വിധി പറയാൻ അവരെ നമ്മൾ അനുവദിക്കുന്ന സമൂഹം. അല്ലെ, നമുക്ക് വരുമ്പോണ്ടല്ലോ കള്ളക്കൂട്ടങ്ങൾ ജയിക്കും. നമുക്ക് നീതി വേണം. ജസ്റ്റിസിന്റെ പില്ലർ തന്നെ ട്രൂത്താണ്. ഇക്വാളിറ്റി ബിഫോർ ദി ലോ. ഈ മൂന്നും ഇല്ലെങ്കിൽ എന്ത് ലഭിക്കില്ല? ജസ്റ്റിസ് ലഭിക്കില്ല. അതാണ് പൊളിറ്റിക്കൽ സയൻസ് ലോ പറയുന്നത്. അപ്പം ഈ നീതിമാൻ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ഈ കേസിൽ ഒരു മർമ്മപ്രധാന ഫീലിംഗ്, ജഡ്ജിമാര് സ്വാതന്ത്ര്യത്തോടെ അവര് നീതിയോടെ പറയാൻ അവരെ അനുവദിക്കുന്ന സമൂഹം. അവരുടെ മാനസികമായി അവരെ തകർക്കുന്ന, മെന്റലി തകർക്കുന്ന വാചകങ്ങൾ പറയുക, പൈസ മേടിച്ചിട്ടാന്ന് പറയുക. ഹൈക്കോടതി അസോസിയേഷൻ തന്നെ പറഞ്ഞു കേട്ടോ, എന്നാ നല്ല ജഡ്ജാന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞു. ദിലീപിനെ തൂക്കിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് മാത്രം ഈ ജഡ്ജി പോരാ. ഇവരുടെ ധാരണ ഇത് മാർജിൻ ഫ്രീ മാർക്കറ്റാണ്, അവിടെ ചെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാന്നുള്ള. മനസ്സിലായോ? അതുകൊണ്ട് സംഭവിക്കുന്നത് അവർക്ക് അറിയാം. നീതിയൊക്കെ കിട്ടുന്ന അവിടെ നിന്നാണെന്നും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്നത് അവർക്കറിയാം. പക്ഷെ അവർ ഉറക്കം നടിക്കുക. അവർ ചുമ്മാ കിടന്ന് ഉറങ്ങിക്കോട്ടെ, കൂർക്കം വലിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല.